ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ മെറ്റിൻ മേരി ജോസ്. ഇന്ന് ഞങ്ങളുടെ സാന്റാ മോണിക്കയുടെ കൂടെയുള്ള UK യൂറോപ്പ് ട്രിപ്പിൻ്റെ 7th ഡേ ആണ്. ഇപ്പം ഞങ്ങൾ ജർമ്മനിയിലാണ്. ഇന്ന് ജർമ്മനിയിലാണ് സ്റ്റേ. ഇവിടെ നിന്ന് ജർമ്മനിയിൽ എന്തൊക്കെയോ സംഭവങ്ങൾ കാണുന്നുണ്ട്, നമുക്ക് വീഡിയോയിൽ കാണാം. അത് കഴിഞ്ഞ് ഞങ്ങളിന്ന് സ്വിറ്റ്സർലൻഡിലേക്ക് പോവുകയാണ്. ഇന്ന് സ്റ്റേ അവിടെയാണ്. അപ്പോൾ സ്വിറ്റ്സർലൻഡിൽ ഞങ്ങളുടെ 3-4 കസിൻസൊക്കെ ഉണ്ട്, അവരെയൊക്കെ കാണണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ദൈവം അനുവദിച്ചാൽ എല്ലാം ഭംഗിയായിട്ട് നടക്കും. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് ഞങ്ങൾ ജർമ്മനിയിൽ താമസിച്ച ഹോട്ടൽ. ഞങ്ങളെല്ലാവരും വണ്ടി വരാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. 9 മണിക്കാണ് ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങുന്നത്. എല്ലാവരും പാക്ക് ചെയ്ത് റെഡിയായിട്ട് നിൽക്കുന്നു. അപ്പം ഇന്നത്തെ ഞങ്ങളുടെ യാത്രകളും വിശേഷങ്ങളുമായിട്ട് നമ്മൾക്ക് കാണാം. സ്റ്റാർബ്രക്കനോട് നമ്മളിവിടെ പറയുകയാണ്. ഇവിടുന്ന് നമ്മൾ ഒരു 3 മണിക്കൂർ യാത്ര ചെയ്ത് ബ്ലാക്ക് ഫോറസ്റ്റ് ഏരിയയിലെത്തും. അവിടെ ലഞ്ച് കഴിക്കും. ലഞ്ച് കഴിച്ച് കഴിഞ്ഞ് നമ്മൾ ലേക്ക് ടിറ്റ്സെ എന്ന് പറഞ്ഞൊരു ലേക്കിൻ്റെ തീരത്താണ് ഈ സ്ഥലം. അവിടുന്ന് ശകലം നേരെ അവിടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ നേരെ കുക്കു ക്ലോക്ക് ഫാക്ടറി ആണ്. അത് കഴിഞ്ഞ് അവിടുന്ന് നമ്മൾ യാത്ര ചെയ്ത് റൈൻ ഫോൾസിലെത്തും. റൈൻ ഫോൾസ് നമ്മളൊരു ഫോട്ടോ സ്റ്റോപ്പോടെ നടത്തി റൈൻ ഫോൾസിൻ്റെ പടങ്ങളൊക്കെ എടുക്കും. വൈകിട്ടോടുകൂടി നമ്മൾ സ്വിറ്റ്സർലൻഡ് ഹോട്ടലിൽ നമുക്ക് ആദ്യം ഒരു പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ ദിവസം തുടങ്ങാം. നമ്മുടെ കാര്യങ്ങളെല്ലാം നടക്കാൻ പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. ദീപമേ എഴുവാത്മാവിലാശ വീശുന്ന മോഹനാം ദിവ്യഗാനമേ, പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സുഖം പകരാനായി സ്നേഹദീപമേ വിഴി തുറക്കൂ, ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ വിഴി തുറക്കൂ, കഥന നിവാരണ കനിവിന്നുറവേ കാട്ടിൻ നടുവിൽ വഴി തെളിക്കൂ, ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ വിഴി തുറക്കൂ.
തൊട്ടടുത്ത് നോക്കിയേക്കണം. നമ്മുടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രധാനമാണ് നമ്മുടെ പണവും പണമടങ്ങിയ പേഴ്സും ബാഗുമെല്ലാം. ബാഗുകളെല്ലാം നമ്മളുടെ കൂടെ തന്നെ ഉണ്ടാകുന്ന ദിവസവും ആലോചിച്ച് എടുത്തോളാം. അല്ലെങ്കിൽ നമുക്ക് ഈ യാത്രയിൽ 3 മണിക്കൂർ 4 മണിക്കൂറൊക്കെ ഒരു രാജ്യം വിട്ട് വേറൊരു രാജ്യത്തേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചെടുക്കൽ വലിയ പണിയാണ്. ഒരുപാട് പണച്ചെലവ് വരുന്ന ഈ ബാങ്കിനേക്കാളും ഉള്ള പൈസ പണത്തെക്കാളും ചിലപ്പോൾ കൂടുതൽ അത് എത്തിക്കാനുള്ള സാധ്യത. അതുപോലെ ജർമ്മനിയിലെ ഭാഷകൾ ജർമ്മനാണ് ഇവിടുത്തെ ഒഫീഷ്യൽ ലാംഗ്വേജ്. ഒരുപാട് റീജിയണൽ ഡയലക്ട്സുകളൊക്കെ ഇതിലുണ്ട്. അതൊക്കെ ഡിഫർ ചെയ്തിരിക്കാം. അതായത് മൈനോറിറ്റി ലാംഗ്വേജസ് വരുന്നത് ഡാനിഷും സെർബിക്കും ഒക്കെയാണ്. ഇംഗ്ലീഷ് കൂടെ വൈഡ്ലി സ്പോക്കൺ ആണ്. ജർമ്മനിയുടെ ഒരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്ന ജർമ്മനി എന്ന വിഭാഗം അനേകം നൂറ്റാണ്ടുകളായി ഒരു ലൂസ് കളക്ഷൻ ഓഫ് ഒരു സ്വതന്ത്ര സംസ്ഥാനങ്ങളുടെ ഒരു കളക്ഷനായിരുന്നു. അത് കൈയടക്കിയിരുന്ന ഭരണാധികാരികളിൽ റോമാ സാമ്രാജ്യം, വിശുദ്ധ റോമാ സാമ്രാജ്യം, ഓസ്ട്രിയൻ ഹാൻസ്ബർഗ്സ് ഇതുപോലുള്ള ആൾക്കാർ കൈയടക്കി വെച്ചിരുന്ന പ്രദേശങ്ങളായിരുന്നു കൂടുതലും. പിന്നീട് ഒരുമിച്ച് ചേർക്കപ്പെടുന്നത് 1871 ഫ്രാൻസ് റഷ്യൻ യുദ്ധത്തിന് ശേഷമാണ്. ഇതിനുശേഷം ഒരു രാഷ്ട്രീയ, സൈനിക, സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാവുകയും ഒരു ലോകശക്തിയാകുകയും ചെയ്തു ഈ പ്രദേശം. ഒന്നാം ലോകമഹായുദ്ധത്തിലെ പരാജയത്തിന് ശേഷം വെർസൈൽസ് ഉടമ്പടി പ്രകാരം രാജ്യം മുറിക്കുകയും പിന്നെ കൂടാതെ അയൽ രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് നഷ്ടപരിഹാരങ്ങളൊക്കെ കൊടുക്കേണ്ടി വന്നു. ഇത് സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലായിരുന്ന ജർമ്മനിയെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് തള്ളിവിട്ടു. ഈ കടുത്ത സാമ്പത്തിക സാഹചര്യങ്ങൾ കൂടാതെ 1929 ലോക സാമ്പത്തിക മാന്ദ്യവും യൂറോപ്പിലെ മാന്ദ്യവും നടപാടിയ വംശീയതയും നാഷണൽ സോഷ്യലിസ്റ്റ് ജർമ്മൻ വർക്കേഴ്സ് പാർട്ടി എന്നൊരു പാർട്ടി രൂപീകൃതമാകുന്നതിലൂടെ ഇടയായി. അതായത് നാസി അഡോൾഫ് ഹിറ്റ്ലർ എന്ന ആൾ അതിന്റെ നേതാവായി. കാരണം ഈ സാമ്പത്തിക മാന്ദ്യവും പിന്നെ യൂറോപ്പിലെ മൊത്തം വംശീയതയും ഒക്കെയാണ് ഈ നാസിയുടെ വളർച്ചയിലേക്ക് 1929 കാരണമായത്. അദ്ദേഹത്തിന്റെ കുപ്രസിദ്ധി ഒരു ചരിത്രപരമായ മരവിപ്പായി ജർമ്മനി. ഒന്നാം ലോകമഹായുദ്ധത്തിലെ വിജയം പിന്നീട് ജർമ്മൻ പരാജയത്തിലെ കലാശിച്ചു. പക്ഷേ ഇത് കഴിഞ്ഞ് ജർമ്മനിയുടെ സാമ്പത്തിക നില പെട്ടെന്ന് പുരോഗതി പ്രാപിച്ചു. യുദ്ധാനന്തരം ജർമ്മനിയുടെ അതിരുകൾ വീണ്ടും പുനർനിർണ്ണയിക്കപ്പെട്ടു. രാജ്യം തലസ്ഥാനമായ ബെർലിനും 40 വർഷത്തോളം വിഭജിച്ച നിലയിൽ നിലനിന്നു. കമ്മ്യൂണിസ്റ്റ് പിന്തുണയുള്ള ഈസ്റ്റ് ജർമ്മനി ഒരു ഭാഗത്തും അമേരിക്കൻ പിന്തുണയുള്ള വെസ്റ്റ് ജർമ്മനി വേറൊരു ഭാഗത്തുമായി 1989 വരെ ഇങ്ങനെ നിലനിന്നു. ഏകദേശം 40 വർഷത്തോളം ഈ ജർമ്മനി ഒരു ഭിത്തിയാൽ, ബെർലിൻ മതിലിനാൽ വേർതിരിക്കപ്പെട്ടു വന്നു. 2 ജർമ്മനികളായി നമുക്കായിരുന്നു. നമുക്ക് 89-ലാണ് പിന്നീട് ഒരു ഈസ്റ്റ് ജർമ്മനി എന്ന് പറയുന്നത് റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പിന്തുണയുള്ള രാജ്യവും വെസ്റ്റ് ജർമ്മനി അമേരിക്കൻ പിന്തുണ ഉള്ള രാജ്യവുമായി അങ്ങനെ നിന്നു. 1995 മുതൽ ഒരു പുതിയ നേതൃത്വം ഗെറാർഡ് സ്കോഡറർ എന്ന് പറയുന്ന ആൾ ഇവിടുത്തെ ചാൻസലറായി. അതുപോലെ ദീർഘകാലമായി ഭരണത്തിലുള്ള ഹെൽമറ്റ് കോൾ ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് ഗവൺമെന്റിനെ ഒരുപാട് വെല്ലുവിളി സൃഷ്ടിച്ചു. വരെ ഈ ഇവിടുത്തെ മേയർ എന്ന് പറയുന്ന ഹെൽമറ്റ് കോൾ എന്ന് പറയുന്ന ആളായിരുന്നു. അയാള് ഈ 1995 ഇവിടെ ഒരു മേയറാകാൻ സാധ്യതയുള്ള, ഇപ്പൊ അമേരിക്കയിൽ ട്രംപിന്റെ കാര്യം പറയുന്നത് പോലെ ജെറാർഡ് സ്കോഡർ എന്ന് പറയുന്ന ആൾ ഈ ഹെൽമറ്റ് കോളിന് വലിയ ഭീഷണി 95 സൃഷ്ടിച്ചു. ഈ ഭീഷണി സൃഷ്ടിച്ചിരുന്ന ഈ സ്കോഡർ 1998 ഭരണത്തിൽ വന്നു. അദ്ദേഹത്തിന്റെ ഭരണം 2005 സെപ്റ്റംബറിൽ അവസാനിച്ചു. അത് ചില സംശയങ്ങളുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിന്റെ ഭരണം അവസാനിക്കേണ്ടി വന്നത്. ആഴ്ചകളോളം ഒരു അനിശ്ചിതത്വം ഉണ്ടായി. ആ അനിശ്ചിതത്വത്തിനൊടുവിൽ ഏംഗല മെർക്കൽ എന്ന് പറയുന്ന ജർമ്മനിയുടെ ആദ്യ വനിതാ മേയർ സ്ഥാനമായി. അതുവരെ മേയർ ഈ ഒരുപാട് നാൾ
സ്റ്റേറ്റ് ആയിട്ട് മാറി. ആ വർഷം അവരുടെ രാഷ്ട്രീയ ജീവിതത്തിലെ അവസാനത്തേതായിരിക്കുമെന്ന് അവർ നേരത്തെ പ്രഖ്യാപിച്ചു. 2018 ഈ ഏഞ്ചല മെർക്കലിന്റെ കാലം അവസാനിച്ചു. അതായിരുന്നു ഇവിടുത്തെ ഒരു സ്വർണ്ണ കാലഘട്ടം. ഒരുപാട് സാമ്പത്തിക ഉത്തേജന പാക്കേജിലൂടെയൊക്കെ ജർമ്മനിയെ ഒരു നല്ലൊരു ദിശാബോധം നൽകി അവർ പ്രവർത്തി. ഇവിടെ ഹാൻഡ് ഷേക്കിംഗ് എല്ലായിടത്തെ പോലെ ഒരു കസ്റ്റമറി ഇതാണ്. അവരുടെ ഫസ്റ്റ് നെയിം വെച്ച് ഇവിടെ ആൾക്കാരെ വിളിക്കുന്നത് വളരെ റൂഡായിട്ട് വളരെ ഇതായിട്ടാണ് ഇവിടെ കരുതുന്നത്. നമ്മളിവിടെ ഏതെങ്കിലും വിരുന്നിനൊക്കെ വിളിക്കുകയാണെങ്കിൽ നമ്മൾ ഇരിക്കുന്നതിന് മുമ്പ് കുറ്റൻ അപ്പറ്റൈറ്റ് എന്ന് പറഞ്ഞ് വിഷ് ചെയ്ത് മറ്റുള്ളവരെയൊക്കെ വിഷ് ചെയ്ത് ഇരിക്കേണ്ടതാണ്. അതൊരു കസ്റ്റമാണ്. നമ്മളെവിടെയെങ്കിലും ഇവിടെ ഭക്ഷണം കഴിക്കാനൊക്കെ ആരെങ്കിലും ക്ഷണിക്കുകയാണെങ്കിൽ നമ്മൾ ലൂസ് ഫ്ലവേഴ്സ് പ്രസന്റ് ആയിട്ട് കൊടുക്കേണ്ടതാണ്. അത് ഇവിടുത്തെ ഒരു കസ്റ്റമറി രീതിയാണ്. അതുപോലെ ടെലിഫോണൊക്കെ ഇവിടെ മൊബൈലിലൊക്കെ ആരെങ്കിലും വിളിക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് തന്നെ നമ്മൾ ആരാണെന്ന് സ്വയം പരിചയപ്പെടുത്തി വിഷ് ചെയ്തിട്ടൊക്കെയാണ് അവരോട് സംസാരിക്കുന്നത്. അത് കഴിഞ്ഞാൽ നമ്മൾ ഇന്നയാളല്ലേ എന്നൊക്കെ ചോദിക്കുന്നു. നേരിട്ട് കയറി നമ്മുടെ അവിടുത്തെ പോലെ സ്കൂൾ വന്നാലും ഇങ്ങോട്ട് വിളിച്ചില്ല എന്നൊക്കെ ചോദിക്കുന്നതിന് പകരം ഇന്ന ആളാണ്, ഇന്ന സ്ഥലത്ത് നിന്നാണ് വിളിക്കുന്നത്, എന്നെ ഇങ്ങോട്ട് വിളിച്ചിരുന്നു എന്നുള്ള രീതിയിൽ എല്ലായിടത്തും വിഷ് ചെയ്ത് ഗുട്ടൻ മോർഗൻ എന്നാണ് ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നത് ജർമ്മനിയിൽ. എല്ലാവരും അവിടെ പറയുന്നത് നമ്മൾ കേട്ടതാണ്. യൂറോപ്പിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്ന ഒരു 7 രാജ്യങ്ങളിൽ സംസാരിക്കുന്ന ഭാഷയാണ് ജർമ്മൻ. നമുക്കും താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരുപാട് പേര് ചെറിയ ഗ്രാമങ്ങളിൽ പോലും ജർമ്മൻ പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. കാരണം ധാരാളം നഴ്സുമാരും ഇങ്ങോട്ട് പഠിക്കാൻ വരുന്ന കുട്ടികളൊക്കെ ജർമ്മൻ പഠിക്കാൻ തുടങ്ങിയതോടുകൂടി എൻ്റെ വീടിനടുത്ത് തന്നെ ജർമ്മൻ പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് പണ്ടൊന്നും അങ്ങനെ ഇല്ലായിരുന്നു. എറണാകുളത്ത് ചാവറ കൾച്ചറൽ സെന്റർ എന്നൊക്കെ പറഞ്ഞ ചില ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നു. അവിടെ പോയി ജർമ്മനൊക്കെ പഠിക്കണമായിരുന്നു. ഇപ്പം അതല്ല. അതുകൂടാതെ മാക്സ് മുള്ളർ ഭവൻ എന്ന് പറഞ്ഞ് ജർമ്മനിയിൽ MA-യും BA-യും ഒക്കെ പഠിക്കണമെങ്കിൽ പൂനെയിൽ പോയി മാക്സ് മുള്ളർ ഭവൻ എന്ന് പറഞ്ഞ അവിടെ ഒരു വലിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അവിടെ പോയാൽ ജർമ്മന്റെ കൂടുതൽ ഉയർന്ന കോഴ്സുകളൊക്കെ ഒരു ലെവലിൽ നിന്ന് പഠിക്കാൻ പറ്റും. അതുകൂടാതെ ഫ്രഞ്ച് പഠിക്കണമെങ്കിൽ പോണ്ടിച്ചേരി പോവാം. അലയൻസ് ഫ്രാൻസൈ പോണ്ടിച്ചേരിയിൽ അതിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അല്ലെങ്കിൽ തിരുവനന്തപുരത്തുണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട്. നമുക്ക് പഠിക്കാൻ ധാരാളം ചാൻസുകൾ ഇന്നുണ്ട്. ഇതിൽ കാണുന്നത് ഗ്രെയിൻസ് കൾട്ടിവേറ്റ് ചെയ്യുന്നത് യൂറോപ്യൻ മറ്റു രാജ്യങ്ങളിലെ പോലെ വീറ്റ്, ബാർലി ഒക്കെയാണ്. വെജിറ്റബിൾസ് കൂടുതലുള്ളത് പൊട്ടറ്റോ, ക്യാബേജ്. ഫ്രൂട്ട്സിൽ കൂടുതലുള്ളത് ആപ്പിൾ, ചെറി. പിന്നെ കൂടുതലുള്ളത് ഡയറി പ്രോഡക്ട്സ് ആണ്. ചീസ്, യോഗർട്ട്. വൈൻ പ്രൊഡക്ഷൻ വളരെ ഫേമസ് ആണ്. മൊസൈൽ വാലി എന്ന് പറയുന്ന ഇവിടുത്തെ വില്ലേജുകളും ഒക്ടോബർ ഫെസ്റ്റ് സെലിബ്രേഷൻ. ഒക്ടോബർ ഫെസ്റ്റ് എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു പ്രധാന സെലിബ്രേഷൻ. അതിനൊക്കെ ഫേമസ് ആണ് ബവേറിയ എന്ന് പറഞ്ഞ തെക്കൻ ഭാഗങ്ങൾ. അതുപോലെ തന്നെ ബ്ലാക്ക് ഫോറസ്റ്റ്, നമ്മളിപ്പോൾ പോകുന്ന സൗത്ത് വെസ്റ്റിലുള്ള റീജിയനാണ് ബ്ലാക്ക് ഫോറസ്റ്റ്. അത് ഡെൻസ് ഇടതിങ്ങിയ വനങ്ങളും വളരെ മനോഹരമായ ഭൂപ്രദേശങ്ങളും പിന്നെ കുക്കു ക്ലോക്ക് ഫാക്ടറിക്കും കുക്കു ക്ലോക്സിനൊക്കെ ഫേമസ് ആയിട്ടുള്ള ഏരിയയാണ് ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ റൈൻ വാലി എന്ന് പറയുന്ന ഏരിയ, അതും അവിടുത്തെ വളരെ താല്പര്യമായ സൗന്ദര്യവും വൈൻയാർഡ്സിനും ഒക്കെ വളരെ ഫേമസ് ആണ്. പിന്നെ ബാക്കിയുള്ള റീജിയൻസ് എന്ന് പറയുന്നത് ബെർലിൻ, ഹാംബർഗ്, ഫ്രാങ്ക്ഫർട്ട്, പിന്നെ കോസ്റ്റൽ ഏരിയാസ്, നോർത്ത് ബാൾട്ടിക് സീയുടെ തീരത്തുള്ള കോസ്റ്റൽ ഏരിയാസ് ഒക്കെ ആയിട്ട് വളരെ ഫേമസ് ആയിട്ടുള്ള ഏരിയാസ് ആണ്. ഉള്ള ബീച്ചുകൾ എന്ന് പറഞ്ഞാൽ റൂബൻ, യൂസൈഡോം, ടിമൻഡോർഫ് ഒക്കെയാണ് വളരെ പിക്ചറസ്ക് മനോഹരമായിട്ടുള്ള ബീച്ചുകൾ ഇവിടെയുള്ളത്. ഇപ്പോൾ സ്വിമ്മിങ്ങിനും സൺബാത്തിങ്ങിനും ഒക്കെ വരുന്ന ആൾക്കാരെ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഇവിടെ ഈ തണുപ്പ് കാലാവസ്ഥ ആയതുകൊണ്ട് കൂടുതൽ ആൾക്കാർ ബീച്ച് എൻജോയ് ചെയ്യാനൊക്കെ പോകുന്ന കരീബിയൻ രാജ്യങ്ങളിലേക്കും ഒക്കെയാണ്.
കടതീരമൊഴിയുമ്പോൾ വലയെല്ലാം ഉണങ്ങുമ്പോൾ അവയെല്ലാം പല വഴി പിരിഞ്ഞു പോകും. അവയെല്ലാം പല വഴി പിരിഞ്ഞു പോകും. ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും. കരയുമ്പോൾ കൂടെ കരയാൻ നിന്നിഴൽ മാത്രം വരും. നിന്നിഴൽ മാത്രം വരും. കരഞ്ഞു കരഞ്ഞു കരൾ തളർന്നു ഞാൻ ഉറങ്ങുമ്പോൾ കഥ പറഞ്ഞുണർത്തിയ കരിങ്കടലേ, അണിവാർന്നു നീ തന്ന കനകത്തമ്പാടത്തിൽ കണ്ണുനീർ ചെപ്പികളോ നിറച്ചിരുന്നു. കണ്ണുനീർ ചെപ്പികളോ നിറച്ചിരുന്നു. ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും. കരയും മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല. ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. തിരമാലയിൽ ഈ ചെറുതോണിയിൽ, തിരമാലയിൽ ഈ ചെറുതോണിയിൽ അമരത്തന്നരികെ അവനുള്ളതാ. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല. മഞ്ഞും മഴയും പൊള്ളുന്ന വെയിലും എല്ലാം നാഥന്റെ സമ്മാനമാ. മഞ്ഞും മഴയും പൊള്ളുന്ന വെയിലും എല്ലാം നാഥന്റെ സമ്മാനമാ. എൻ ജീവിതത്തിൻ നന്നായി വരാനായി എൻ പേർക്കു താതൻ ഒരുക്കുന്നതാ. കൂട്ടം കൂടി കൂട്ടാൻ കൂട്ട്, കൂട്ടാൻ കൂട്ടാൻ കൂട്ടം കൂടി. കൂട്ടം കൂടി കൂട്ടാൻ കൂട്ട്, കൂട്ടം കൂടി കൂട്ടാൻ കൂട്ട്, കൂട്ടാൻ കൂട്ടാൻ കൂട്ടം കൂടി. കൂട്ടം കൂടി കൂട്ടാൻ. ലിറിക്സ് വരാം, ലിറിക്സ് നോക്കി ചെയ്തു. എത്ര പ്രാവശ്യം? 5 പ്രാവശ്യമാണോ? കൂട്ടം കൂടി കൂട്ടാൻ കൂട്ട്, കൂട്ടാൻ കൂട്ടാൻ കൂട്ടം കൂടി, കൂട്ടം കൂട്ടി. ട്രൈ ചെയ്യാം, നോക്കി പറയാം. കൂട്ടാൻ കൂട്ടി കൂട്ടം കൂട്ടു കൂട്ടാൻ കൂട്ടി. കൂട്ടം കൂടി കൂട്ടാൻ കൂട്ട് കൂട്ടാൻ കൂട്ടാൻ. കൂട്ടം കൂടി കൂട്ടാൻ കൂട്ട് കൂട്ടാൻ കൂട്ടാൻ കൂട്ടം കൂടി കൂട്ടം കൂടി കൂട്ടാൻ കൂട്ട് കൂട്ടാൻ കൂട്ടാൻ കൂട്ടം കൂടി കൂട്ടം കൂടി കൂട്ടാൻ കൂട്ട് കൂട്ടാൻ കൂട്ടാൻ കൂട്ടം കൂടി കൂട്ടം കൂടി കൂട്ടാൻ കൂട്ട് കൂട്ടാൻ കൂട്ടാൻ കൂട്ടം കൂടി. ചിരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്, തെറ്റിയതല്ലേ? സിമ്പിൾ ആയിട്ടുള്ളത്. റെഡ് ബൾബ് ബ്ലൂ ബൾബ്, റെഡ് ബൾബ് ബ്ലൂ ബൾബ്. സ്പീഡ് പറയണം, 5 പ്രാവശ്യം. റെഡ് ബൾബ് ബ്ലൂ ബൾബ്, റെഡ് ബൾബ് നിർത്താൻ പറ്റില്ല. ബ്ലൂ ബൾബ്, റെഡ് ബൾബ് ബ്ലൂ ബൾബ്. റെഡ് ബൾബ് ബ്ലൂ ബൾബ്, റെഡ് ബൾബ് ബ്ലൂ. സ്പീഡ് പറയണേ. റെഡ് ബൾബ് ബ്ലൂ ബൾബ്, റെഡ് ബൾബ് ബ്ലൂ ബൾബ്. റെഡ് ബൾബ് ബ്ലൂ ബൾബ്. പറ്റില്ല മോളെ. റെഡ് ബൾബ് ബ്ലൂ ബൾബ്, റെഡ് ബൾബ് ബ്ലൂ ബൾബ്. ആന അലറലോടെ
അലറലോടലറൽ ആന അലറലോടലറൽ ആന അലറലോടലറൽ ആന അലറലോടലറൽ ആന അലറലോടലറൽ ആന അലറലോടലറൽ. ഞാൻ വേറെ പറയാം സൈക്കിൾ റാലി പോലല്ല ലോറി റാലി. സൈക്കിൾ റാലി പോലൊന്നും ലോറി റാലി. പറഞ്ഞതേ തെറ്റി. ഞാൻ പറയാം സൈക്കിൾ റാലി പോലൊരു ലോറി റാലി. 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 ഓണണം. സൈക്കിൾ റാലി പോലൊരു ലോറി റാലി. 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 അയ്യോ സൈക്കിൾ റാലി പോലെ ലോറി റാലി. 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 സൈക്കിൾ റാലി പോലൊരു ലോറി ഒന്നുകൂടി. സൈക്കിൾ റാലി പോലൊരു ലോറി ലോറി റാലി. സൈക്കിൾ റാലി പോലൊരു ലോറി റാലി. സൈക്കിൾ റാലി പോലെ. Seashore. She sells seashells on the seashore. She sells seashells on the seashore. She sells seashells on the seashore. ഞാൻ പറയാം. She sells seashells on the seashore. 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 ഇതിനെ കുറിച്ച് റിഡിൽസ് ആയാലും ആഗ്രഹിക്കാത്ത പണം എന്താണ്? ആരോപണം. Yes, ആരോപണം. ക്ഷമാപണം പിന്നെയും കുഴപ്പമില്ല, ആരോപണം ഒട്ടും ഇഷ്ടമില്ല. പെട്ടെന്ന് പൊക്കം കൂടാനുള്ള എളുപ്പ വഴി എന്താണ്? തൂങ്ങി കിടന്നാടുക. പൊക്കം കുറഞ്ഞ ആളുടെ അടുത്ത് പോയി നിൽക്കുക. ആ കറക്റ്റ്. ആരും ഇഷ്ടപ്പെടാത്ത ദേശം. സ്വദേശം. ആരും ഇഷ്ടപ്പെടാത്ത ദേശം. ദേശം. ആരും ഇഷ്ടപ്പെടാത്ത ദേശം. ഞാൻ കേട്ടിട്ടുണ്ട് ഇത്. ഞാനത് ആലോചിച്ച് പറഞ്ഞേനെ. ആ കറക്റ്റ്. ഉപദേശം. അടിവെച്ച് കയറ്റം കിട്ടുന്ന ജോലി. അടിവെച്ച് കയറ്റം കിട്ടുന്ന ജോലി. തെങ്ങുകയറ്റം. യെസ്. എന്ത്? തെങ്ങുകയറ്റം. തെങ്ങുകയറ്റം. ഓ. ശബ്ദമുണ്ടാക്കിയാൽ പൊട്ടുന്ന ലെൻസ്. ശബ്ദമുണ്ടാക്കിയാൽ പൊട്ടുന്ന ലെൻസ്. ആ കറക്റ്റ്. സൈലൻസ്. ജനനം മുതൽ മരണം വരെ കുളിച്ചുകൊണ്ടിരിക്കുന്ന ജീവി. തവള എപ്പോഴും കുളിക്കില്ല. ആ കറക്റ്റ്. തവള ഇടയ്ക്ക് കരയെ കയറിയിരിക്കില്ലേ? മീനാണ് ആൻസർ. ഞാൻ മാറാൻ വേണമെങ്കിൽ കൊച്ചിന്റെ മടി കയറിയിരിക്കാനുള്ള വിശപ്പുള്ള രാജ്യം ഏതാണ്? ഹംഗറി. കടലിൽ നിന്നും വാങ്ങാൻ പറ്റാത്ത ജാം. കടലിൽ നിന്നും വാങ്ങാൻ പറ്റാത്ത ജാം. അമ്മയ്ക്ക് എല്ലാം അറിയാം. ട്രാഫിക് ജാം. അടുത്ത് പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചു കേട്ടോണേ.
ഇത്തിരി വെള്ളമാണ് കോൺസെൻട്രേറ്റ് ചെയ്ത് കേട്ടോളുക. 2 ബക്കറ്റ് നിറയെ വെള്ളമുണ്ട്. ഓക്കെ. അതിൽ ഒരു ബക്കറ്റില് ഒരു തുളയുണ്ട്. ഒരു ബക്കറ്റിൽ ഒരു ദ്വാരമുണ്ട്, ഒരു തുളയുണ്ട്. ഓക്കെ. എന്നാൽ ആ ഹോളുള്ള ബക്കറ്റിൽ നിന്നും വെള്ളം പോകുന്നില്ല. അതെന്തായിരിക്കും കാരണം? അതാണ് അതല്ലല്ലോ ആൻസർ. ഞാൻ നോക്കിയില്ല, ആൻസർ നോക്കിയില്ല. എന്നാ ഞാൻ പറയാം, അതിന്റെ ഹോള് മുകളിലാണ്. അല്ല, ബക്കറ്റ് 2 ബക്കറ്റ് നിറയെ വെള്ളമുണ്ട്. വെള്ളമുണ്ട്, വെള്ളമുണ്ടാണ് അതിന്റെ അകത്ത്. ഓക്കെ. ആ വെള്ളമുണ്ട്, വെള്ള കളറായ മുണ്ടാണ് ഇതിന്റെ സൂപ്പർ. വെള്ളമില്ലെന്ന് പറഞ്ഞത് ശരിയാണ്. ധാരാളം ആളുകൾ കൂടുന്ന ഇംഗ്ലീഷ് അക്ഷരം ഏതാണ്? ധാരാളം. യെസ്, അവിടുന്നാണ്. ഐസ്ക്രീം ഉണ്ട്. അച്ഛൻ വന്നു. അച്ഛൻ കൊച്ചിനെ കൊടുക്കൂ, കൊച്ചു ഷെയർ ചെയ്യും. അച്ഛൻ വന്നു. അച്ഛൻ വന്നു എന്ന പേരുള്ള ഫ്രൂട്ട്. പപ്പായ. ആദ്യം പോകാൻ പറഞ്ഞിട്ട് പിന്നെ തിരികെ വിളിക്കുന്ന സ്ഥലം? ഗോവ. ഓക്കെ, അടുത്തതൊരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ ആണേ. ഓക്കെ. റെഡിയാണല്ലോ? റെഡി. ഓക്കെ. തേനീച്ച മൂളുന്നത് എന്തുകൊണ്ടാണ്? അല്ല അല്ല അല്ല. എന്തോ എന്തുകൊണ്ട്? എന്തോ വായ കൊണ്ട്. അതന്നെ, അതിനെ മൂളാനേ അറിയത്തുള്ളൂ, കാരണം പറയാൻ അറിയത്തില്ല. ഇല്ലാത്തവർക്കും ഒരേപോലെ കാണാവുന്നത് എന്ത്? കണ്ണുള്ളവർക്കും. യെസ്. പ്രഷറുള്ള. അവിടെ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, പ്രഷറുള്ള അങ്ങാടി. പ്രഷറുള്ള അങ്ങാടി എന്ന്? പ്രഷറുള്ള അങ്ങാടി. ഉപ്പങ്ങാടി, സോൾട്ട് അങ്ങാടി, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. കിച്ചൻ. എന്താ? എന്താ BP അങ്ങാടിയോ? അങ്ങനെ ഒരു സ്ഥലം ഉണ്ടോ? എങ്ങനെ എഴുതിയാലും തെറ്റാകുന്ന വാക്ക്? എങ്ങനെ എഴുതിയാലും തെറ്റാകുന്ന വാക്ക്? തെറ്റ്. മലയാളത്തിന്റെ ആൻസർ മലയാളത്തിൽ തന്നെ പറയണം. ഇത് ഇവിടെ ഫ്രണ്ടിലുള്ളത് എല്ലാരും പറയണ്ട, ബാക്കിൽ ആരും പറയില്ല. ഇത് ബാക്കിലോട്ട് ചോദ്യം. ലൈസൻസ് ഇല്ലാതെ ഓടിക്കുന്ന ഡ്രൈവർ ആരാണ്? ആരാണ് ലൈസൻസ് ഇല്ലാതെ? സ്ക്രൂ ഡ്രൈവർ. അത് ആൻസർ വന്ന ഇങ്ങനെ തിങ്ങി നിക്കും, പറയാതെ പറ്റില്ല. ഓക്കെ ഓക്കെ, ഇനി വിട്ടു വന്നേക്കണം. ദൈവം മനുഷ്യന് കൊടുത്ത ഏറ്റവും വലിയ വരം? ഏറ്റവും വലിയ വരം. ദൈവം മനുഷ്യന് തന്നെ ഏറ്റവും വലിയ വരം? ഉറക്കം. അല്ല, ഏറ്റവും വലിയ വരം അതൊന്നല്ല, എന്തെങ്കിലും കുസൃതി ചോദ്യമല്ലേ? ഏറ്റവും വലിയ വരം ഞാൻ വിട്ടു തന്നേക്കണേ, ബാക്കിലേക്ക് വിട്ടു തന്നേക്കണം. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഒത്തിരിയുണ്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഒത്തിരിയുണ്ട്. ഇത് പറഞ്ഞില്ലെങ്കിൽ തീരെയില്ല. ഇത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറഞ്ഞ അല്ല, ഒരു ക്ലൂ കൊടുക്ക്. അത് പറഞ്ഞ് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഒത്തിരിയുണ്ട്. പറഞ്ഞില്ലെങ്കിൽ ഒട്ടുമില്ല ഞങ്ങള് കിടക്കാം.
ഒരാളൊന്ന് എഴുന്നേറ്റ് വെക്കുക. വിവരമുള്ളവരുണ്ടല്ലേ? ഒരാളെങ്കിലും ഉണ്ട്. അല്ല, ഞാൻ വിട്ടുകൊടുത്തതാട്ടോ, ഞാൻ ബാക്കിലേക്ക് വിട്ടുകൊടുത്തതാ. നമ്മുടെ കണക്ക് പുസ്തകങ്ങളില്ലേ, അതൊരിക്കലും ഹാപ്പി അല്ല. എന്തായിരിക്കും കാരണം? കണക്ക് പുസ്തകങ്ങളിൽ അതൊരിക്കലും ഇവിടെ കണക്ക് പുസ്തകങ്ങൾ ഒരിക്കലും ഹാപ്പി അല്ല. പക്ഷെ നമ്മളൊക്കെ എന്ത് ഹാപ്പി ആയിട്ട് ഇപ്പൊ സ്പെൻഡ് ചെയ്യുന്ന സമയം. പാവം കണക്ക് പുസ്തകം. എന്താണാവോ കാരണം? സണ്ണിച്ചായോ? എനിക്കറിയാം അമ്പിളിമാമൻ. ഈ മാഷൊക്കെ ഉറക്കം നടിക്കുവാണേ വെറുതെ. ഫൈനാൻസിലൊക്കെ ഇരുന്ന് വലിയ സ്ഥാനത്തിൽ ഇരുന്ന് റിട്ടയർ ആയവരോടൊക്കെ ഞാൻ ചോദിക്കുന്നേ, എന്താണാവോ നമ്മുടെ ഈ കണക്കൊക്കെ ഭയങ്കരമായിട്ട് ഹാപ്പി അല്ലാതിരിക്കണേ? ഒന്നുമല്ല. പറയട്ടെ, ക്ലൂ കൊടുക്ക്, ചെല്ലിട്ടോ. ക്ലൂ കൊടുക്ക്. അവിടെ കണക്ക് പഠിപ്പിച്ച മാഷല്ലേ ഇരിക്കുന്നേ? കണക്ക് പുസ്തകം എപ്പോഴും വിഷമം കൊണ്ട് നിൽക്കുക, ഒരിക്കലും ഹാപ്പി അല്ല. കാരണം വരവ് ചെലവല്ല. കണക്ക് പുസ്തകത്തിൽ എന്താ ഉള്ളതെന്ന് ആലോചിക്കേ. കണക്ക് പുസ്തകത്തിൽ എന്താ ഉള്ളത് എന്ന് ആലോചിക്കേ. തിയറി അല്ല, ഇതിലും വലിയ ക്ലൂ ഇല്ല. കണക്ക് പുസ്തകം നിറയെ പ്രോബ്ലംസ് ആണ്. ചപ്പാത്തിയും ചിക്കൻ കുനിയല്ലേ, ചിക്കൻ കുനിയയും തമ്മിലുള്ള ബന്ധം എന്താണ്? രണ്ടിലും ചിക്കൻ ഉണ്ട്. ചപ്പാത്തിയിൽ ചിക്കൻ ഇല്ലല്ലോ. ബന്ധമല്ല, തമ്മിലുള്ള വ്യത്യാസമുണ്ട്. വ്യത്യാസമല്ലല്ലോ, റിലേഷൻ അല്ലേ? ചപ്പാത്തിയും ചിക്കൻ കുനിയും തമ്മിലുള്ള റിലേഷൻ എന്ത്? ഞാൻ കേട്ടിട്ടുണ്ട്. റിലേഷൻ എന്ത്? അല്ല, ഇച്ചിരിയൊക്കെ ഉണ്ട്, പക്ഷെ പ്രൈസ് വരാനും മാത്രമാവില്ല. സണിച്ചായോ? വക്കീലേ, എണീക്ക്. വക്കീല് സാറേ, ചപ്പാത്തിയും ചിക്കൻ കുനിയയും തമ്മിലുള്ള ചിക്കൻ കുനിയയില്ലേ രോഗം, അതും തമ്മില് ഒരു ബന്ധമുണ്ട്. സെക്ഷൻ സി ആണോ? ഇല്ല, ശരിയാണ്, ശരിയല്ല. അയ്യോ, കേട്ടിട്ടുണ്ട്. എന്താ സജിത് കേട്ടേക്കണ്ട് നമ്മള്? ഇല്ല, ഉണ്ടോ? എന്തോ ലിസ ചേച്ചി എന്തോ പറയുന്നുണ്ട്, പറഞ്ഞു. അല്ല, അത് ശരിയാണ്, പക്ഷെ ഇച്ചിരി ശരിയുള്ളൂ, ഫുള്ളല്ല. പറഞ്ഞാലോ? ശരിയാണ്, പക്ഷെ അതങ്ങനെ പെർഫെക്റ്റ് ശരിയല്ല. പറഞ്ഞോട്ടെ, ചപ്പാത്തി ആണെങ്കിൽ മനുഷ്യര് വരുത്തും, ചിക്കൻ കുനിയാണെങ്കിലോ കൊതുക് വരുത്തും. ഞാൻ അത് കേട്ടിട്ടുണ്ട്, മറന്നോ ഇതാ. മനസ്സിലായില്ല? കേട്ടിട്ടില്ല. നമ്മുടെ ക്രിസ്ത്യാനികളുടെ എല്ലാ പ്രോഗ്രാമിനും ക്രിസ്മസ് ഒരു ഡിസ്ക്ലൈമർ പറയാൻ ഷാജി ബീബിന് ഉത്തരം പറയുന്നത് അതിനറിയാം. ഈ ക്രിസ്ത്യാനികളുടെ ഏതൊരു പ്രോഗ്രാം വന്നാലും, അത് ക്രിസ്മസ് ആയിക്കോട്ടെ, ഈസ്റ്റർ ആയിക്കോട്ടെ, ഒരു മാമോദിസ വന്നോട്ടെ, ഒരു കല്യാണം വന്നോട്ടെ, എല്ലായിടത്തും ചിക്കൻ ഉണ്ട്. അതെന്താ അവർക്ക് അതിനോടൊരു താല്പര്യം? ചിക്കൻ എന്താ ഇങ്ങനെ വെറുതെ വിടാത്ത? ഞാൻ പറയാം. ഇച്ചിരി കേൾക്കട്ടെ, ഇച്ചിരി ആൻസേഴ്സ് കേൾക്കട്ടെ, നമുക്ക് പറയാം. സണ്ണിച്ചായോ? അല്ല, ഇത്തിരി ശരിയായി. എന്താ അറിയാം? അതെ, 10 ദിവസം തള്ളി പറയുന്നതിന് കോഴി എന്തിനാ അവിടെ പോയി കൂകാൻ പോയത്?
എഴുതാൻ പറ്റുന്ന ഒരു കണ്ടുപിടുത്തം. ആയിപ്പോയല്ലോ ഞാന്. ശരി, സാർ പറഞ്ഞു, സാർ ആൻസർ പറഞ്ഞു. പെൻസിലും പേന. ഞാൻ വലിയ ആളായി പറഞ്ഞതായിരുന്നു, ഷൂ ആയിപ്പോയി. ഹിന്ദിക്കാര് പോക്കറ്റിൽ വെക്കും. പേരിൽ രണ്ടാമൻ, സ്ഥാനത്തിൽ മൂന്നാമൻ. ആരാണെന്ന് പറയാം? ഒന്നുകൂടി പറഞ്ഞേ. വേഗത്തിൽ ഒന്നാമൻ, പേരിൽ രണ്ടാമൻ, സ്ഥാനത്തിൽ മൂന്നാമൻ. ആരാണ്? ക്ലോസ് ക്ലോസ്. പറയട്ടെ, ക്ലോക്കിൽ സെക്കൻഡ്സ് ഉണ്ട്. വേഗത്തിൽ ഫസ്റ്റ്, പേരിൽ സെക്കൻഡ്, പേരിൽ രണ്ടാമൻ, സ്ഥാനത്തിൽ നമ്മൾ ലീസ്റ്റ് കൊടുക്കണം, ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സെക്കൻഡ്സ് ഉണ്ട്. സ്ഥാനത്തിൽ മൂന്നാമൻ. അടുത്ത് ഞാനിടം പറയാതെ, പെൺകുട്ടികളൊക്കെ ഇല്ല, അവർ ശരിക്കും നാമത്തുന്നത് എന്തുകൊണ്ടാണ്? കൈകൊണ്ട് ചേച്ചി പറഞ്ഞു, രചന ചേച്ചി പറഞ്ഞു. ഏറ്റവും അപകടകാരിയായ ഗ്രഹം ഏതാണ്? അത്യാഗ്രഹം. It's the end of everything. Full stop. G. Everything. End of everything. G. ചിരിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം ഏതാണ്? ചിരിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം ചിരി ചളിയാണ്. മാർക്ക് വേറൊരു ചോദ്യം ചോദിക്കാം. വെട്ടും തോറും സാധാരണ വെട്ടും തോറും എല്ലാം കുറഞ്ഞു വരുമല്ലേ? ഇത് വെട്ടും തോറും നീളം കൂടി വരുന്ന ഒരു സംഗതി. കുടിയല്ല, റബ്ബറല്ല, നഖമല്ല, വഴി. കേൾക്കത്തില്ലല്ലോ, കേട്ടില്ലല്ലോ. റോഡ്. ഇവിടുന്ന് ആദ്യം വന്നാലും ഞാനൊരു പാത്ത് വെച്ചതാണ് ഉണ്ടായത്. വലിയ വില കൊടുത്ത് ഒരു പട്ട് വാങ്ങി. ഓക്കെ. ആ പട്ട് തുറത്തിട്ടും തീരുന്നില്ല. റോഡ്. ആകാശമാണ് അല്ലേ? ജീവിക്കാൻ പറ്റാത്ത വീട്. ബാക്കിലിരിക്കുന്നവര് പറയരുത്, അവര് ഓൾറെഡി കേട്ടതാണ്. വാട്ട് ഡസ് എ ഹൗസ് വെയർ? എന്ത് ഡ്രസ്സാണ് ഹൗസ് ഇടുന്നത്? വാട്ട് ഡ്രസ് ഡസ് ദ ഹൗസ് വെയർ? നോ. റെയിൻകോട്ട്. നോ. നമുക്ക് എല്ലാവർക്കും ഉള്ളതാ. യെസ്, നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ് നമ്മുടെ വാട്ട് ഡസ് എ ഹൗസ് വെയർ? നോ. ഹൗസ് നമ്മുടെ ഫേസിൽ. നോ. അതിന്റെ അടുത്ത് വരുന്നുണ്ട്, പക്ഷെ ശരിയല്ല. എല്ലാവർക്കും ചെറിയ ഹോപ്പ് കൊടുത്തേക്കാം. പറയൂ. വാട്ട് ഡസ് എ ഹൗസ് വെയർ? നമുക്ക് എല്ലാവർക്കും ഉണ്ട്. What is a house wear? എല്ലാവർക്കും ഉണ്ട്. സുനിട്ടോ, സുനിട്ടോ, ഇത് പറയാനിട്ട് പറ്റുന്നില്ല. പറഞ്ഞോ. അഡ്രസ്. ചോദ്യമില്ല. ഏത് മാസത്തിലാണ് സാധാരണ മനുഷ്യരെ ഏറ്റവും കുറവായിട്ട് ഉറങ്ങുന്നതായിട്ട് നമ്മൾ കാണുന്നത്? ഏറ്റവും കുറവ് ഉറങ്ങുന്ന മാസം. ആരും മിണ്ടുന്നില്ല, ഇത് കേൾക്കത്തില്ലല്ലോ, ഒരിക്കലും കേൾക്കുന്നില്ല. ഏത് മാസമാണ് ഏറ്റവും കുറവ് ഉറങ്ങുന്നത്? ഫെബ്രുവരിയിൽ ആൻസർ പറയുന്നോ? അതിന്റെ ചോദ്യം ചോദിക്കുന്ന ആൾക്ക് തന്നെ 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും എനിക്കിപ്പോ ആൻസർ പറയണം.
എല്ലാവരും ഉറങ്ങുന്നില്ല, പക്ഷെ ആൻസർ വരുന്നില്ല. ഞാൻ വിചാരിച്ചു നിങ്ങൾ എല്ലാവരും ഉറങ്ങുകയെന്ന് വിചാരിച്ചിട്ടാ വന്നേ. രണ്ടുപേരും ഉറങ്ങുന്നുണ്ടോ? ആ, അവര് ഉറങ്ങുന്നുണ്ട്. ശരിയാ, ഇവര് ഉറങ്ങുവാണ്. സ്വരം കേൾക്കുന്നില്ല കേട്ടോ അങ്ങോട്ട്. കണക്ക് മാഷേ ഒളിച്ചിരിക്കല്ലേ. സ്വരം പറഞ്ഞിട്ട് കേൾക്കാത്തതാണോ സ്വരം എടുക്കാത്തതാണോ? ഒരു റൂമിന് ഡോറും ഇല്ല വിൻഡോ ഇല്ല. പറയാം. ഓക്കെ. ഒരു റൂമിന് വിൻഡോസും ഇല്ല ഡോർസും ഇല്ല. ഒരു റൂമിന് വിൻഡോസും ഇല്ല, ഡോർസും ഇല്ല. ഗ്ലാസ് റൂം. ആൻസർ എനിക്ക് തന്നെ കിട്ടാനാണ് സാധ്യത. പറഞ്ഞോ ചേച്ചി. എല്ലാരും ചൊല്ലിട്ടിരിക്കുന്നു. ചേച്ചി അതിനില്ലേ വിൻഡോസും? എന്ത് റൂം കേട്ടില്ല? വീട്ടിലെ ചേച്ചിയുടെ ഡ്രസ്സിംഗ് റൂം. ആ, വിൻഡോസ് ഡോർസ് ഉണ്ടല്ലോ. ഡോർസും ഉണ്ട് വിൻഡോസും ഉണ്ട്. പറയോ വിൻഡോസും ഇല്ലാത്ത റൂം. വെയിറ്റിംഗ് റൂമിന് അതൊക്കെ ഉണ്ട്. കൗണ്ടിംഗ് ഡൗൺ. ഷോറൂമിന് അതൊക്കെ ഉണ്ട്. കൗണ്ടിംഗ് ഡൗൺ. 10 9 8 ഞാൻ പറഞ്ഞോ. സജിക്ക് ഐസ്ക്രീം ഓഫർ എല്ലാരും കൂടെ. സജി Is passing northwards in a speed of 1000 miles per kilometer. അപ്പോ ഏത് ഭാഗത്തേക്കാണ് പുക പോവാ? Half circle, full circle, half circle, full circle, half circle, full circle, angle A. Coca-Cola. പറയണല്ലോ. ഈ നമ്മള് മറ്റേ ഇന്റർവ്യൂവിന് പോയില്ലേ, അപ്പൊ ആദ്യമൊക്കെ ഇങ്ങനെയാ ചോദിക്കുക. It is going in the eastwards direction. Where does the smoke go? ഇന്റലിജന്റ് കുട്ടികളുടെ ബാഗ് ആൻസർ. കുസൃതി ചോദ്യം. ചെറിയൊരു കഥവ് പോലെ തുറന്നു വന്ന് ക്രിപ്പിംഗ്, അതായത് ചെറുതായിട്ട് ചിലയ്ക്കുന്ന ഒരു കുക്കുവിന്റെ മാതൃകയിലാണ് ഈ ക്ലോക്ക് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അതായത് ഓരോ മണിക്കൂറിലും ഇത് ഒരു ടൈം പീസ് മാത്രമായിട്ടല്ല, ഇതൊരു ഡെക്കറേറ്റീവ് പീസായിട്ടാണ് പല ആൾക്കാരും ഇത് വീടുകളിലൊക്കെ മേടിച്ചു വയ്ക്കുന്നത്. അപ്പൊ ഇതിന്റെ ജർമ്മൻ ക്രാഫ്റ്റ്മാൻഷിപ്പിനും ഇവിടുത്തെ കരകൗശല വിദ്യയ്ക്കും ഒക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സംവിധാനമാണ്. അതിന്റെ കാർവിങ്സും അതിന്റെ പിന്നെ ഡീറ്റെയിൽഡ് സീൻ ഓഫ് റൂറൽ ലൈഫൊക്കെ പ്രിന്റ് കാർവ് ചെയ്ത ക്ലോക്കുകളിലൂടെ വാങ്ങിക്കാൻ കിട്ടും. ഈ ക്ലോക്കുകളൊക്കെ ഇത്തിരി എക്സ്പെൻസീവ് ആണ്. ഇത് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ അവർ ഇവിടുന്ന് കൊറിയർ ചെയ്ത് നമുക്ക് ഷിപ്പ് ചെയ്ത് തരും നമ്മുടെ അഡ്രസ്സിലേക്ക്. അപ്പോൾ നമുക്കിതിന് നമുക്കവിടെ നന്നാക്കാനുള്ളൊരു ഔട്ട്ലെറ്റ് ബാംഗ്ലൂരുണ്ട് ഇതിൻ്റെ. അപ്പോൾ അവർ അതിൻ്റെ അഡ്രസ്സ് നമുക്ക് തരും. നമുക്ക് എന്തെങ്കിലും ക്ലോക്കിന് കേട് വന്നു കഴിഞ്ഞാൽ സാധാരണ അങ്ങനെ കേട് വരില്ല, ദീർഘനാൾ നിലനിൽക്കുന്ന ഒരു ക്ലോക്കാണ്. അപ്പോൾ അവർ നന്നാക്കാൻ ബാംഗ്ലൂരിൽ നിന്ന് ആൾ വന്നത് നന്നാക്കി തരും. ഇതാണ് ക്ലോക്കിന്റെ ചെറിയൊരു മോഡലും വാങ്ങിക്കാൻ കിട്ടും. അതിന്റെ ഒരു പ്രവർത്തനം അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തരുവാണ്. അപ്പോൾ ആൾക്കാർക്ക് താല്പര്യമുണ്ടെങ്കിൽ അവിടെ നിന്ന് ക്ലോക്ക് വാങ്ങിക്കാം, വൈൻ വാങ്ങിക്കാം. അപ്പോൾ ഈ ലേക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സറൗണ്ടിങ്സിൽ ഉള്ള ഒരു ലേക്കാണ്.
ആക്ടിവിറ്റീസ്, അതായത് സ്വിമ്മിങ്, ബോട്ടിങ്, വിൻഡ് സർഫിങ്, ഹൈക്കിംഗ്, പിക്നിക്കിംഗ് എല്ലാം അതിൻ്റെ തീരങ്ങളിൽ നടത്താനായിട്ട് ഇവിടെ ആൾക്കാർ വരാറുണ്ട്. അതുകൂടാതെ തന്നെ അതിൻ്റെ ചുറ്റിനുമായിട്ടൊക്കെ ഷോപ്പിങ്ങിന് ഉള്ള ഒരുപാട് ഷോപ്പുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനടുത്ത് തൊട്ട് മുകളിൽ തന്നെ ഒരു 1ാം നിലയിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് നമ്മുടെ ഭക്ഷണം. ആ ലേക്കിന്റെ പേരെന്താ? ലേക്ക് ടിറ്റ്സി. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളുടെ ഈ ലേക്ക് ടിറ്റ്സി എന്ന് പറയുന്നത്. കുക്ലോക്കിൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരം ഉള്ളൊരു സ്ഥലം. ഇതൊക്കെ ഈ ബ്ലാക്ക് ഫോറസ്റ്റിന്റെ പുറത്ത് വരുന്ന സ്ഥലങ്ങളാണ്, മനോഹരമായ സ്ഥലങ്ങൾ. ഇവിടെയൊക്കെ ധാരാളം ഈ ഹോം സ്റ്റേകൾ പോലെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾ ഒറ്റയ്ക്കൊക്കെ വരികയാണെങ്കിൽ വന്ന് ഈ ഹോം സ്റ്റേ പോലെയുള്ള സ്ഥലത്തൊക്കെ വന്ന് താമസിച്ച് 2-3 ദിവസം വളരെ ശാന്തസുന്ദരമായ അന്തരീക്ഷത്തിൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിക്കാവുന്ന സൗകര്യങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട്. അവിടെ താമസിച്ച് തിരിച്ചു പോകാവുന്നതാണ്. ജർമ്മനിയിലെ സ്ഥലങ്ങളെല്ലാം കാണാനായിട്ട് നല്ല ഭംഗിയാണ്. നോക്കിയാൽ തന്നെ അറിയാം, മലകളും മരങ്ങളും പച്ചപ്പും എല്ലാം. ഇതൊക്കെ ബ്ലാക്ക് ഫോറസ്റ്റ് ഏരിയയിൽ വരുന്ന സ്ഥലങ്ങളാണ്, വളരെ മനോഹരമായ സ്ഥലങ്ങൾ. നമ്മൾ ലേക്ക് ടിറ്റ്സിയിലേക്കാണ് എത്തുന്നത്, ഈ ബ്ലാക്ക് ഫോറസ്റ്റ് ഏരിയയിലൂടെ കടന്ന്. അതിനുള്ള ആൻസർ ഇല്ല. ഫോറസ്റ്റ് ഇതാണോ? അതെ അതെ, ഫോറസ്റ്റ് ഇതാണ്. പറഞ്ഞല്ലോ അതിന്റെ ഭാഗങ്ങളാണ്. ഫോറസ്റ്റുകളാണ് എല്ലായിടത്തും ഇനിയിപ്പോൾ അവിടം വരെ ഉള്ളത്. അല്ലാതെ നമ്മുടെ ഇവിടുത്തെ പോലെ തിക്ക് ആയിട്ടുള്ള സമതലങ്ങളിലുള്ള ഫോറസ്റ്റ് അല്ല, ഇതുപോലെ മലയും ഇതൊക്കെ ആയിട്ടും. ബ്ലാക്ക് ഫോറസ്റ്റ് പേര് പറയാൻ കാരണം എന്താ? അതങ്ങനെ ഏതൊരു ഈ ഏരിയയുടെ പേര് എങ്ങനെയാണ്? അല്ല, അവിടുന്ന് നോക്കുമ്പോ തന്നെ ഒരു ബ്ലാക്കിഷ്. പൈൻ ട്രീസ് ഒക്കെ ഇല്ലേ, ആ ആ പൈൻ ട്രീസിന്റെ ലീവ്സ് ബ്ലാക്കിഷ് ഷെയ്ഡ്. ആ അതെ അതെ. സാധാരണ ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാ വരാ. ഓക്കെ ഓക്കെ. അതുകൊണ്ടല്ല ഞാൻ ടെക്സ്റ്റ് ആരെയും ചോദിക്കും. എന്റെ ഹസ്ബൻഡ് സിസ്റ്റർ ഇവിടെ ഉണ്ട്, നണ്ണാണ്. ഓ ഓ. കോൺവെന്റിലെ ഈ ബ്ലാക്ക് ഫോറസ്റ്റിന്റെ ഭാഗത്ത് തന്നെ ആള് ജർമ്മനിയല്ലേ ഇത് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ വേറെ സ്ഥലമല്ല. ആ ശരിയാണ്, ആ ഒരു ബ്ലാക്കിഷ് കളറ്. സംസാരിച്ചു നോക്കി അവിടെയൊക്കെ ഒരു ബ്ലാക്കിഷ്. സിസ്റ്ററുണ്ട്, ചേട്ടന്റെ മകളുണ്ട്. നമ്മള് മോളിക്കാണ് പോണേ. ഹസ്ബൻഡിന് സിറ്റിസൺഷിപ്പ് അതായത് ഓ, ഈ വീടുമ്പോ പച്ച ഇതില് കേറിയേക്കണ സജി സജി. ഒരു ലൈറ്റ് ഷെയ്ഡ്. ബംഗാളി റെസ്റ്റോറന്റ്. ഓ, ഇങ്ങനെ പറഞ്ഞു ബ്ലാക്ക് ഫോറസ്റ്റ്. നമ്മളാ തിരികെ പോകുന്നുണ്ടോ? ആ മഞ്ഞ് കാണുന്നതല്ലേ അവിടേക്ക് പോകും. സ്വിറ്റ്സർലൻഡ്. നാളെ നമുക്ക് കാണാം. കോട മഞ്ഞ് വരും. അതിന്റെ മുകളിൽ കോട മഞ്ഞുണ്ട്. ആ അതിന്റെ മുകളിൽ കോടയുണ്ട്. ഇതൊക്കെ വീടുകളാണോ അതോ ഹോം സ്റ്റേ ആണോ? ഇതൊക്കെ മിക്കവാറും വീടുകളും പിന്നെ ഒരു ട്രഡീഷണലി ഇവിടെ ഓരോ ഹോം സ്റ്റേ ആയിട്ടും അല്ലാതെയൊക്കെ ബിസിനസ്, ടൂറിസം പർപ്പസിലുള്ള ഫാമുകൾ അതുപോലെ സംഗതികളൊക്കെ ചെയ്യുന്നത്. ഇനി ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന് പറയുന്നത് മാഡം പറഞ്ഞ പോലെ തന്നെ അത് ശരിയാണ്. അതുകൂടാതെ വേറൊരു ഇതുകൊണ്ട്, ഇതിവിടെ ഉള്ളതെല്ലാം ഒരു ഫിറും പൈൻ ട്രീസ് ആണ്. അപ്പൊ ഈ തിക്ക് ഫോളിയേജ് ഓഫ് ട്രീസ്, അതായത് വളരെ ഇടതുറന്ന് ഈ വനങ്ങൾ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് അതിനിടയ്ക്കൂടെ വെളിച്ചം താഴത്തേക്ക് പ്രവേശിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് വെളിച്ചം താഴത്തേക്ക് പ്രവേശിക്കുന്നതുകൊണ്ട് ഫോറസ്റ്റ് എപ്പോഴും ഇരുട്ടിലായിട്ടാണ് ഇരിക്കുന്നത്. ഒരു മിസ്റ്റീരിയസ് അപ്പിയറൻസ് ആണ്, നിഗൂഢമായ ഒരു അപ്പിയറൻസ് ഫോറസ്റ്റിന്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ടുകൂടിയാണ്. അതുകൂടാതെ ഫോറസ്റ്റിന്റെ തറയൊക്കെ എപ്പോഴും ഈ ഉണങ്ങിയ ഇലകൾ വീണ് മുഴുവനും തറയും തെളിഞ്ഞു കാണാൻ മേലാത്ത രീതിയിൽ ഈ ഇരുട്ടിനെ കൂടുതൽ ഭീകരമാക്കും. അങ്ങനെ ഇതെല്ലാം കൂടെ ചേർന്ന് അകത്തേക്ക് സൂര്യപ്രകാശം കിടക്കാത്തതും ഈ വീണ് പൊളിഞ്ഞു കിടക്കുന്ന ഇലകളും എല്ലാം കൂടെ ചേർന്ന് ഒരു നിഗൂഢമായ ഒരു അന്തരീക്ഷം, ഒരു കറുത്ത ഒരു അന്തരീക്ഷം ഈ കാടുകൾക്ക് അകത്തൊക്കെ സൃഷ്ടിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് കൂടുതൽ, അതുകൊണ്ടൊരു കാരണം ഇതിന് ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. ഇത്രയും ഇടിച്ച് ഇതാക്കിയതാണ്, റോഡാക്കിയത്.
കേക്കിന് ബ്ലാക്ക് ഫോറസ്റ്റ് എന്നുള്ള പേര് വരാൻ കാര്യം എന്താണ്? അല്ല, അത് ഈ ബ്ലാക്ക് ഫോറസ്റ്റ് ഏരിയയിലേക്ക് നമ്മുടെ അമ്പലപ്പുഴ പാൽപ്പായസം എന്നൊക്കെ പറയുന്ന പോലെ. ഇപ്പൊ നമ്മുടെ കേരളത്തിലും ഉണ്ടല്ലോ ബ്ലാക്ക് ഫോറസ്റ്റ്. അതെ അതെ, അതുണ്ട്. ഇവിടുന്ന് ഒറിജിനേറ്റ് ചെയ്തതാണ് അത്. ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുന്ന കേക്കുകൾ വ്യൂ പോയിന്റുകളിൽ നിർത്തി ഫോട്ടോ എടുക്കാനുള്ള സൗകര്യം ചെയ്താൽ നന്നായിരുന്നു. അവിടെ നമ്മൾ ചെല്ലുന്നത് എവിടെയെങ്കിലും നമ്മുടെ ഇവിടുത്തെ പോലെ നമുക്ക് ഇഷ്ടമുള്ളത് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. വ്യൂ പോയിന്റുകൾ ഉണ്ടോ? ഇല്ല, നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഉണ്ട്, ടിപ്സിയിലുണ്ട്. അപ്പൊ അവിടെ നിർത്തി ആ കോടയൊക്കെ ഉള്ള സ്ഥലത്തേക്ക് അത്രയും ഹൈറ്റിൽ നമ്മൾ പോവോ? ശരി ശരി, കുറച്ച് ഹൈറ്റിൽ പോകും, അത്രയില്ല. ഞാൻ ജോസനെ വിളിക്കാറുണ്ട്. ഈ സ്ഥലങ്ങളിലൂടെ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് എന്താ പറയുക, ഒരു സമയം പോലും വീഡിയോ പിടിക്കാതിരിക്കാൻ തോന്നില്ല. അത്രയും ഭംഗിയാണ്. വീഡിയോയിൽ കാണുന്ന പോലെയല്ല, നേരിട്ട് കാണുമ്പോൾ ഇതിലും ഭംഗിയാണ്. പക്ഷേ ഈ ഒരു ട്രിപ്പിൽ 12 കൺട്രി വരുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നിയൊരു കാര്യം, തോന്നിയത് മാത്രമല്ല, സാന്റാ മോണിക്കയുടെ ഗൈഡ് ഞങ്ങളുടെ അടുത്ത് പറയുകയും ചെയ്ത കാര്യമാണ്, ജെകെ പറയുകയും ചെയ്ത കാര്യമാണ്. അതായത് ഈ 12 കൺട്രിയുടെ മെയിൻ അട്രാക്ഷൻസ് മാത്രമാണ് നമ്മളിപ്പോൾ കാണുന്നുള്ളൂ. ശരിക്കും ഈ ഓരോ കൺട്രിയിലും ഒരുപാട് കാണാനുണ്ട്. അപ്പം ഇത് ജസ്റ്റ് എല്ലാം ഒന്ന് കവർ ചെയ്തിട്ട് പിന്നെ ഇഷ്ടമുള്ള കൺട്രി സെലക്ട് ചെയ്ത് സെപ്പറേറ്റ് വരിക. ഇരുന്നോ? നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റ് കണ്ടു. അതുപോലെ ഇവിടെ ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് കുക്കു ക്ലോക്സ്. അതായത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ഓരോ ക്ലോക്കിൽ ഇങ്ങനെ ഓരോ സമയമാകുമ്പോഴും ഒരു കിളി പുറത്തേക്ക് വന്ന് കുക്കു കുക്കു എന്ന് കൂവും. അതിപ്പോൾ 6 മണിയാണെങ്കിൽ 6 പ്രാവശ്യം കൂവും, 12 മണിയാണെങ്കിൽ 12 പ്രാവശ്യം കൂവും, അരയാവുമ്പോൾ 1 പ്രാവശ്യം തോന്നുന്നു. അങ്ങനത്തെ ആ കുക്കു ക്ലോക്സ് ശരിക്കും ജർമ്മനിയിൽ നിന്നാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഷോറൂമാണ് നമ്മളിപ്പോൾ കാണുന്നത്. Okay. And you all can hear me. Yeah. Okay. Good afternoon, everyone. Welcome to the Black Forest. My name is Arpita. I'm going to tell you a little bit about the cuckoo clocks, the history, and how we make them over here. At the very first, I'm going to show you, it's a replica of the first clock that ever came out of here, made by 2 farmers around roughly 1640s here in the Black Forest. It was made entirely out of wood, had these wooden cogs, and had this stone for the weight. But when you take a very good look at the clock, you're going to see that this one had a big problem. It had only one hand. So it was very easy to tell the full hours, like 4 o'clock, 5 o'clock, but what's happening in between was anybody's guess. But 1640s, we still give them credit, right? They came up with the clock. So now, let's go to the next century that reads us, 1700s. We come to 1720 to these clocks, known as the shield clocks or the painted faces clock, because you see the face, it has been painted. Few advancements were made. The stone, it was replaced by these metallic weights, and one of the biggest one, 2 hands. So now when somebody asks you the time, you are able to tell the exact time. And 1720s was the first time that we get the cuckoo bird. So let's see. Every half hour, 1 time, and then every full hour. So 6 o'clock 6 times, 7 o'clock 7 times. It happens like this, right? And now how we make them over here, everything is carved out of wood. We generally use lime wood, which is quite soft in nature and needs to be dried up to 4 years before they can start carving it out. We have roughly here around 35 to 40 families in the Black Forest who work on all of these clocks, and everybody has their own job. Some is making the house for the clock, some is building the front decorations, some make the top decoration, and then at the very end, everything is assembled together, right? And when things have to be assembled, so first the house which was carved out, that is taken. Then the next step, the front decoration which has been already carved out, that is placed like this. And at the very end, you have this top decoration. And this is how you get a simple cuckoo clock. And everything is handmade here and hand carved using these traditional tools till date. Okay? Now, what goes inside? First, you heard the cuckoo bird's voice, right? What gives it his voice are these bellows over here, made out of wood
And this part over here that you see, it's a combination of cotton and nylon. So, oops. Awesome. Hands trembling. So these bellows are placed inside the clogs, and because of the weights, when the weights they come down, you can pull on this, and this is how you will get your cuckoo bird's voice. Next, after that, the mechanism that we put inside our clogs are these over here. When you take a look around the store today, you're going to see two types of clogs. Some with smaller weights like these they drop down really fast, and you need to wind every single day, and they use this smaller mechanism over here. And you're also going to be seeing clogs with bigger weights like these. They drop down gradually, and you need to wind them every 8 days or once in the week, and they use this bigger mechanism over here. Now, in our mechanical clocks, the weights, they're functional, they're not just for decoration. One is for the time, the other one is for the cuckoo bird. So what about clocks that you see with 3 weights? Time, bird, the third one. It's for the dancers over there. And they use this mechanism over here. Because of this rotating surface, we put our bigger weights, right? And now they're dancing. Cannot have dance without music. We need music as well. So what gives them the music is this tiny little music box which we place inside our clocks. Everything that you see is made here, procured from here in Germany, except for this music box which we get from Switzerland. When you play it out loud normally, not very loud. Okay, so now let's make another use of the wood. Louder, right? Much louder. It's nothing. It's just that the wood, it acts as an amplifier, resonates the sound, the vibrations increase, and you're able to hear better. And one more thing about our mechanical clocks, you heard the bird. So 12 o'clock, she's going to go off 12 times at night also. So to stop her, we have a lever on the side. Pull the lever all the way to the top. Your clock, it will work normally, but the bird, she doesn't make an appearance. And nowadays, along with our mechanical clocks, if you take a look to your right, you're going to be seeing the modern battery-operated clocks. You just put your batteries inside and your clock works normally. Even they have these weights hanging, but it's made entirely out of wood, and that's purely for decoration. It doesn't serve any other purpose. And they come with a light sensor, which means when it's pitch dark outside, nighttime, the bird, she automatically doesn't make an appearance. Your clock works normally. They even have volume switch. You want the bird, but you don't want the sound, you can increase or decrease the sound. So, one more thing, these were all about our mechanical and our battery operated clocks. If you're interested in purchasing our clocks, where are you coming from? India? India. We do have 2 service stations back in India. One is in Mumbai, the other one is in Bangalore. And we do provide 2 years of international warranty on all of our clocks. We ship them also. Shipping is 69 euros. When you ship something, we take the tax off here, which is 13.5%. But if you're interested in purchasing any other thing and in the glass shop, your total bill is about 50 euros. You're going to get a tax check at the airport, which is around 8 to 10%. Thank you so much for listening to me so patiently. Have a very nice trip of the Schwarzwald. Thank you. If somebody want to buy clock, ആർക്കെങ്കിലും ക്ലോക്ക് വാങ്ങിക്കണമെങ്കിൽ ഒരു പർച്ചേസ് ചെയ്ത് ഒരു ഷിപ്പ് ചെയ്ത് തരും. കുക്കു ക്ലോക്സ് ആണ് കാണുന്നത്. ഇതിൽ ഓരോന്നിലും അരമണിക്കൂറും 1 മണിക്കൂറും ഒക്കെ ഇടവിട്ട് കുക്കു ബേർഡ് വന്ന് കരയും. അതിൻ്റെ സ്വരം നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവും. പക്ഷേ ഇതിനൊക്കെ നല്ല റേറ്റാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട്, കേൾക്കാൻ നല്ല രസമുണ്ട്. പക്ഷെ റേറ്റ് കാണുമ്പോൾ വലിയ രസമില്ല. കറക്റ്റ് അതിലാണ്. കറക്റ്റ് ആകുമ്പോൾ കുക്ക് വരും. അല്ല, അങ്ങോട്ട് പോയ കൂടുതൽ വരുന്നില്ല. ഇതെവിടെയോ കുക്കു കരയുന്നുണ്ട്.
അങ്ങനെ തിരിച്ച് അങ്ങനെ വരുന്നു. പറഞ്ഞ ഒന്ന് പുറത്തു കൊണ്ടു ഒരു ഇതിപ്പോ കരയെ അതിപ്പോ അറിയാം. ഇച്ചിരി പുറകോട്ട് വെക്കുക. എന്നിട്ട് അല്ല കുറച്ച് അതെ അവളങ്ങ് വരുന്ന കണ്ടോ. ഇതാണ് കുക്കൂക്കളൊക്കെ. ഇനി ഇത് വല്ലതും നിൽക്ക് ഒരു മിനിറ്റ് ഇത് കഴിയട്ടെ. അത് കഴിയുമ്പോൾ ആള് ചിലപ്പോൾ താഴെ ഇരിക്കുന്ന ആളൊക്കെ എന്തെങ്കിലും ചെയ്യും. മ്യൂസിക് മാത്രമേ ഉള്ളൂ, താഴെ ഒന്നും ചെയ്യുന്നില്ല. ഇല്ല, ചെയ്യുന്നില്ല. മ്യൂസിക് മാത്രമേ ഉള്ളൂ. ഇത് ചെയ്താൽ ഇത് വന്നോ? ഇതിൽ ഈ മനുഷ്യൻ ചെയ്യുമായിരിക്കും. ഇതിന്റെ റേറ്റ് ഞാൻ കാണിച്ചു തരാം. 562 യൂറോ. അതെ, റുപ്പീസ് ആണെങ്കിൽ ഓക്കെ. അതാ താഴെ മ്യൂസിക് അടിക്കുന്നു, ചക്രക്കറങ്ങുന്നു. ഇതിൻ്റെ റേറ്റൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. 2032 യൂറോ. എന്നിട്ട് 5378 യൂറോ. ഇനി നമ്മൾ പോകുന്നത് ടിറ്റ്സി റിവർ കാണാൻ വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോഴും ജർമ്മനിയിൽ തന്നെയാണ്. അത് കാണാനാണ് ഇപ്പോൾ പോകുന്നത്. ഇതാണ് ടിറ്റ്സി റിവർ. നമ്മളിവിടെ നിന്ന് നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട്. ഈ ബാക്ക്ഗ്രൗണ്ട് കാണാനായിട്ട് നല്ല ശാന്തമായ അന്തരീക്ഷം, നല്ല പച്ചപ്പും വെള്ളവും നല്ല ഭംഗിയുണ്ട്. അവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ ബോട്ടിലൊന്നും കയറിയില്ല. ഞങ്ങളവിടെ പോയി നിന്ന് കണ്ട് മടങ്ങി. കാരണം ഞങ്ങൾക്ക് എപ്പോഴും തിരക്കാണ്. കാരണം ഇന്ന് ഞങ്ങൾക്ക് സ്വിറ്റ്സർലൻഡിൽ എത്തണം. അവിടെയാണ് സ്റ്റേ. അപ്പോൾ പിന്നെ ഞങ്ങൾ പോയ വഴിയും പല വഴികളൊക്കെ ബ്ലോക്കായിരുന്നു. അപ്പോൾ ബ്ലോക്കാവുമ്പോൾ ഞങ്ങൾ മാറി മാറി പോകേണ്ടി വരും. അപ്പോൾ സ്വിറ്റ്സർലൻഡിൽ റെയിൻഫോളിലും ഞങ്ങൾക്ക് പോകണമായിരുന്നു. പക്ഷെ അവിടെയൊക്കെ ഞങ്ങളൊരു 3 മണിയൊക്കെ ആകുമ്പോൾ എത്തണം എന്ന് വിചാരിച്ചിട്ട് 5 മണി എത്തിയപ്പോൾ. അപ്പോൾ ഇതേ ഞങ്ങൾ ഇതൊക്കെ കണ്ടൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് തിരിച്ചു പോകുവാണ്. അത് പോകുന്ന വഴിയുള്ള കടകളൊക്കെയാണ് ഈ കാണുന്നത്. അവിടെ ഒപ്പിയെടുക്കാണ്. അങ്ങോട്ട് പോകുന്ന വഴി കുറച്ച് ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്. ഞാൻ ഇങ്ങനത്തെ പൂക്കളൊന്നും കണ്ടിട്ടില്ല. പിന്നെ ഇവിടുത്തെ കാലാവസ്ഥയും നല്ല കാലാവസ്ഥയാണ് ഇപ്പോൾ.
തണുപ്പാണ്. എനിക്കിന്ന് തൊണ്ടയ്ക്കൊക്കെ ചെറിയ പ്രശ്നം തുടങ്ങിയിട്ടുണ്ട്. ഇനി എങ്ങനെയാണെന്നറിയില്ല. മൂക്കൊക്കെ നേരിയതായിട്ട് അടഞ്ഞിട്ടുണ്ട്. ഇന്നലെ വരെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ ചെറിയൊരു കോൾഡൊക്കെ ആയി. അപ്പം ഞാൻ ചൂടുവെള്ളമൊക്കെ കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോണു. നമുക്ക് ആ റൈറ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ നോക്കാം, ആ വാലിയുടെ മനോഹരമായ കാഴ്ചകൾ കാണാം. അതിന്റെ വളരെ മനോഹരമായ ആർച്ചുകളും സിനിക് സറൗണ്ടിങ്സും ഒക്കെ ആയിട്ട് വളരെ ഒരു എഞ്ചിനീയറിംഗ് മാർവലാണ് ഈ പാലം. കുട്ടാക് വാലി ബ്രിഡ്ജ്. കടുകുപാടങ്ങൾ. ഇത് കടുകാണ്. ഇത് കടുക അശ്വറ. ഇത് കടുകാണ്. അറിയാത്തവർ എന്നോട് ചോദിക്കട്ടോ. ഞങ്ങളവിടെ നിങ്ങളുടെ താമസിക്കുന്ന സ്ഥലത്തെ കുറിച്ചൊക്കെ പറയാം. രസകരമായ അനുഭവങ്ങൾ, അല്ലെങ്കിൽ അങ്ങോട്ട് ഈ നമ്മുടെ ഈ ടീമിൽ യാത്ര ചെയ്യുന്നവരെ അങ്ങോട്ട് ആകർഷിക്കാൻ പാകത്തിന് എല്ലാം ഒരേപോലെ നമ്മുടെ വെന്തിപ്പൂ വിരിഞ്ഞ് നിക്കണ പോലെ അല്ലേ? കുറച്ച് കഴിയുമ്പോ ഇതൊക്കെ ഒക്കെ ഇൻട്രസ്റ്റ് പോകും അല്ലേ? ആൾക്കാരും സ്വിസിലെ ചില പ്രവിശ്യകൾ വികസിപ്പിച്ചു. അവിടെ ലാറ്റിൻ സംസാരിക്കുന്ന സ്ഥലങ്ങളായി. 11-ാം നൂറ്റാണ്ടിൽ റോമാക്കാർ വീണ്ടും അവരുടെ സ്വാധീനം ശക്തമാക്കി. ഇതിനെതിരെ ഇവിടെ ചെറുത്തുനിൽപ്പ് ശക്തമായി. ജനങ്ങൾക്കിടയിൽ അത് സ്വയംഭരണ സ്വിസ് കോൺഫെഡറേഷൻ 3 കാന്റൺ ഉൾപ്പെടുന്ന രൂപീകരിക്കപ്പെടുന്ന നിലയിലേക്ക് എത്തി. ഇത് സംഭവിച്ചത് 1291-ലാണ്. അത് തന്നെ 1291. ബേസൽ ഉടമ്പടി പ്രകാരം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം 15-ാം നൂറ്റാണ്ടിൽ അംഗീകരിക്കുകയുണ്ടായി. 19-ാം നൂറ്റാണ്ടോടുകൂടി സ്വാബിയൻ വാറിന് ശേഷം ഒരു പരമാധികാര ഗവൺമെന്റ് ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ അടിസ്ഥാനമാക്കി ഇവിടെ സൃഷ്ടിക്കപ്പെട്ടു. 1848 നിലവിൽ വന്ന ഭരണഘടന നടപ്പാക്കിയ ചില കാര്യങ്ങൾ ഗവൺമെന്റ് ചില താലൂക്കുകളുടെ അല്ലെങ്കിൽ പ്രവിശ്യകളുടെ കടമകൾ ഏറ്റെടുക്കും അല്ലെങ്കിൽ നടപ്പാക്കും. പൗരന്മാർക്ക് പുതിയ സ്വാതന്ത്ര്യവും അവകാശങ്ങളും അനുവദിച്ചു. സ്വിസ് സാമ്പത്തിക വികസനത്തിന് ഊന്നൽ നൽകി. അതൊക്കെയാണ് ഈ ഊന്നൽ നൽകുക. അതൊക്കെയാണ് ഈ 1848 ഭരണഘടന നടപ്പാക്കിയ ചില കാര്യങ്ങൾ. സ്വിറ്റ്സർലൻഡ് ലോകത്തിലെ ഒരു വൻ സാമ്പത്തിക ശക്തിയാണ്. ഇവിടുത്തെ ബാങ്കിംഗ് വ്യവസായം വൻ പുരോഗതി പ്രാപിച്ചിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയൻ സ്റ്റേറ്റ്സ് എന്നാൽ ചുറ്റപ്പെട്ടതാണെങ്കിലും സ്വിറ്റ്സർലൻഡ് ഒരു യൂറോപ്യൻ യൂണിയൻ രാജ്യമല്ല. കാരണം 2001 ഒരു ജനഹിത പരിശോധനയിൽ ജനങ്ങൾ അതിനെതിരായി വോട്ട് ചെയ്തു. ഇതാദ്യമായി ആയിരുന്നില്ല ഈ ഗ്രൂപ്പിൽ ചേരുവാൻ ജനങ്ങൾ അനുവദിക്കാതിരുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് യൂറോപ്യൻ എക്കണോമിക് ഏരിയ അംഗത്വത്തിനെതിരെയും ജനഹിത പരിശോധന ജനങ്ങൾ എതിർത്ത് വോട്ട് ചെയ്തു. 2002 പക്ഷേ സ്വിറ്റ്സർലൻഡ് UN അംഗത്വം നേടി. ജനഹിത പരിശോധനയിൽ ഭൂരിപക്ഷം ഉള്ളതിനാൽ സ്വിറ്റ്സർലൻഡ് ഷെങ്കൻ ട്രീറ്റിയിലും അംഗമായി. അത് യൂറോപ്യൻ പാസ്പോർട്ട് ഫ്രീ സോണിലേക്ക് അത് കാരണം സ്വിറ്റ്സർലൻഡിനെ കൊണ്ടുവന്നു. അതിൽ നമ്മളിൽ പലർക്കും സ്വിസ് വിസ ആയിരിക്കും എടുത്തിരിക്കുന്നത്. സ്വിസ് വിസ കിട്ടാൻ എളുപ്പമുണ്ട്. ഒരു 1-2 പ്രാവശ്യമൊക്കെ എടുത്തു കഴിഞ്ഞാൽ 5 ദിവസത്തിനുള്ളിൽ നമ്മുടെ വിസ പുറത്തിറങ്ങുന്നതാണ്. 5 വർക്കിംഗ് ഡേയ്സ്. സ്വിറ്റ്സർലൻഡുകാർ ഇവിടുത്തെ ഒരു മാസ് ഇമിഗ്രേഷൻ തടയാൻ വേണ്ടിയിട്ട് വോട്ട് ചെയ്തു. അത് യൂറോപ്യൻ യൂണിയന്റെ ഒരു നിയമത്തിനെതിരായിരുന്നെങ്കിലും ഫ്രീ മൂവ്മെന്റ് ഓഫ് പീപ്പിൾ യൂറോപ്യൻ യൂണിയൻ അനുവദിക്കുന്നുണ്ടെങ്കിൽ സ്വിറ്റ്സർലൻഡ് അതിനെതിരായിട്ട് വോട്ട് ചെയ്യുന്നു. ഇവിടെ സ്വിറ്റ്സർലൻഡിൽ 38% റോമൻ കാത്തലിക്സ് ആണ്. പ്രൊട്ടസ്റ്റൻസ് ഉണ്ട് 27%, മുസ്ലിംസ് 5%, ജൂയിഷ് മതത്തിൽ വിശ്വസിക്കാത്തവർ 21% ഉണ്ട്.
ഭൂരിഭാഗം ആൾക്കാരും സംസാരിക്കുന്നത് ജർമ്മനാണ്, 63.5%. അതുപോലെ കൂടാതെ 22% ഫ്രഞ്ച് സംസാരിക്കുന്നുണ്ട്. ഇറ്റാലിയൻ ഉണ്ട് 8%. റൊമാൻസ് എന്ന് പറയുന്ന ഭാഷ ഒരു 0.5% പേര് സംസാരിക്കുന്നുണ്ട്. ഇംഗ്ലീഷ് വൈഡ്ലി സംസാരിക്കുന്ന ഉണ്ട്. അവർക്ക് യുദ്ധങ്ങളിലൊന്നും പങ്കെടുക്കേണ്ടി വന്നില്ല. അതുകൊണ്ട് അവരുടെ രാജ്യത്തിന്റെ സ്റ്റെബിലിറ്റിയും പ്രോസ്പെരിറ്റിയും ആക്കം കൂട്ടി ഈ ന്യൂട്രാലിറ്റി. നമ്മൾ സ്വിറ്റ്സർലൻഡ് എത്തിയിട്ടില്ലല്ലോ, ജർമ്മനി തന്നെ. അതുപോലെ തന്നെ ഒരു യുദ്ധമോ എന്തെങ്കിലും ഒരു ആക്രമണം ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് ഒരു സ്ട്രാറ്റജിക് ആയിട്ട് പല ആക്സസ് പോയിന്റുകളും തകർക്കാനായിട്ടുള്ള സംവിധാനങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അതായത് സ്വിറ്റ്സർലൻഡിലേക്ക് കരമാർഗം പ്രവേശിക്കാവുന്ന പാലങ്ങളും ഇതൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ അവിടെ നീക്കം ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും, അതുപോലെ ഇത്രയും ജനസംഖ്യയ്ക്ക് ഭൂഗർഭ ഒളിക്കാനും അവർക്ക് രക്ഷപ്പെടാനുമുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ള ഒരു രാജ്യമാണ്. അതുകൊണ്ട് പെട്ടെന്നൊരു കരയുദ്ധം വന്നു കഴിഞ്ഞാൽ സ്വിറ്റ്സർലൻഡിലേക്ക് പ്രവേശിച്ച് ടാങ്കുകളോ അല്ലെങ്കിൽ അതുപോലുള്ള സംവിധാനങ്ങൾക്ക് പ്രവേശിക്കാൻ പറ്റാത്തൊരു അവസ്ഥ സ്വിറ്റ്സർലൻഡിലുണ്ട്. പിന്നെ നമ്മൾ പലരും കേട്ടാണ് ഈ മാർപ്പാപ്പ പോലുള്ള മാർപ്പാപ്പയ്ക്ക് സുരക്ഷ ഒരുക്കുന്നത് സ്വിസ് ഗാർഡ്സ് ആണ്. പിന്നെ അതുകൂടാതെ മിഷൻസിനൊക്കെ സഹായിക്കുക. ഇത് സ്വിസ് ഗാർഡ്സ് അതിന് 15-ാം നൂറ്റാണ്ട് പോലുള്ള ഒരു കോഴ്സാണ്. അവര് വത്തിക്കാനില് സെക്യൂരിറ്റിയിൽ ഒരു ക്രൂഷ്യൽ റോള് വഹിക്കുന്നുണ്ട്. പോപ്പിനെയൊക്കെ കാണുമ്പോൾ നമുക്കറിയാം, ഒരു ചുമല യൂണിഫോം തൊപ്പിയൊക്കെ വെച്ച് കുറച്ചുപേര് പോപ്പിന്റെ കൂടെ ഉണ്ടാവും. പോപ്പിന്റെ സുരക്ഷ അവർക്കാണ്. 32 വയസ്സോടുകൂടിയാണ് ആണുങ്ങൾ ഇവിടെ കല്യാണം കഴിക്കുന്നത്. പെണ്ണുങ്ങൾ 29-30 വയസ്സോടുകൂടിയാണ്. റേറ്റ് സ്വിറ്റ്സർലൻഡിൽ 40%. സ്വിസ് ലേഡീസിന്റെ ആദ്യത്തെ കുട്ടി ഉണ്ടാകുന്ന ആവറേജ് ഏജ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 31 വയസ്സിലൊക്കെയാണ്. സ്വിറ്റ്സർലൻഡിൽ ഏതാണ്ട് 7000 ലേക്കുകളുണ്ട്. ലേക്ക് ജനീവ എന്ന് പറയുന്ന ഒരു ലേക്കാണ് സ്വിറ്റ്സർലൻഡിലെ ഏറ്റവും വലിയൊരു ലേക്ക്. ഇന്നത്തെ ഞങ്ങളുടെ ജർമ്മനി യാത്ര കഴിഞ്ഞു. സ്വിറ്റ്സർലൻഡിലേക്ക് ഞങ്ങൾ പ്രവേശിക്കാൻ പോവാണ്. അപ്പോൾ സ്വിറ്റ്സർലൻഡ് വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ടിൽ ദെൻ ബൈ ബൈ.